SSLCയിലെ പുതിയ മാറ്റങ്ങൾ നിങ്ങളെ ബാധിക്കുമോ? ലൈവ് ക്ലാസുകൾ എങ്ങനെയാണ് കാണേണ്ടത്? ഏകന്റെ ലൈവ് ക്ലാസ് കണ്ടാൽ A+ കിട്ടുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. സോ മക്കളെ, നമ്മുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, സാറേ ഈ ലൈവ് കണ്ടാൽ A+ കിട്ടുമോ എന്ന് ചോദിക്കുന്ന മക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. A+ നേടാനുള്ളത് വീഡിയോ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാ ആൾക്കാരും, നമ്മുടെ എല്ലാ മക്കളും നമ്മുടെ ലൈവിലേക്ക് വന്നിട്ട് ലൈവ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകും. പക്ഷെ നിങ്ങൾ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലൈവ് കണ്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന PDF യൂട്ടിലൈസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ PDF യൂട്ടിലൈസ് ചെയ്യും, ജസ്റ്റ് അതൊന്ന് വായിച്ചു പോകും. പക്ഷെ അത് മാത്രം പോരാ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്ന PDF-ഉം അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും എന്താക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് വീതം നിങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം, പലതും പഠിക്കാൻ പറ്റും. അതുപോലെ ഒറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ ചാനലിൽ ഓരോ ചാനലിലും നമ്മൾ കൃത്യമായിട്ട് കോണ്ടന്റ് വീഡിയോസ് ഇടാറുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെ ഓരോ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ആ കണ്ടന്റ് വീഡിയോസ് ഉണ്ടാവാറുള്ളത്. സോ ആ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്താക്കുക, ഒരു നോട്ട്, നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടന്റ് വീഡിയോക്കുള്ള ഒരു ഭാഗത്ത് നോട്ട്സ് ഉണ്ടാക്കുക, സ്ഥലം കണ്ടെത്തുക. ഇങ്ങനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അത് മാത്രമാണ് ഏറ്റവും ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. നിങ്ങൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അതുകൊണ്ട് എന്താ ഗുണം, ലൈവ് ക്ലാസ് അവിടെ കിടക്കുന്നില്ലേ, അതിനെ കൊണ്ട് വലിയ മെച്ചമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എടാ നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞു, ഇനി അതിലേക്കല്ല വേണ്ടത്. എവിടെയാണോ മിസ്സിങ് വരുന്നത് ആ മിസ്സിങ് വരുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതിന് നോട്ട് പ്രിപ്പയർ ചെയ്തു, ആ നോട്ടിലെ ഏത് ഭാഗത്താണോ മിസ്സിങ് വരുന്നത്, ഡൗട്ട് വരുന്നത്, അവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അവിടെ നിന്നാണ് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. A+ എന്നുള്ളത് ഒരു വിഷയമേ ആയിരിക്കില്ല. ഇനി വേറൊരു കേസും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചില മക്കളുണ്ട്, ചില ആൾക്കാർക്ക് ഒന്നുകൂടി കൂടുതൽ ഡൗട്ടുകളുള്ള ആൾക്കാരുണ്ടാവും. അതായത് ലൈവ് ക്ലാസ് കണ്ടു, പക്ഷെ എനിക്ക് ഒരാളുടെ സഹായം കൂടി, അതായത് എനിക്ക് ഡൗട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്യാൻ ഒരാളെ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുമുള്ള സൊല്യൂഷൻ ഏകന്റെ കയ്യിലുണ്ട്. അതിനുവേണ്ടി ഏകന്റെ ലേണിംഗ് ആപ്പ് ഉണ്ട്. നിങ്ങൾ ആ ആപ്പിലേക്ക് വന്നാൽ കൃത്യമായിട്ട് പേഴ്സണലൈസ്ഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഡൗട്ട് എപ്പോൾ വന്നാലും ക്ലിയർ ചെയ്യാൻ ഞങ്ങളും ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ തോന്നുന്ന ഡൗട്ടുകൾ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, വേഗം നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ എന്തായാലും നമ്പേഴ്സും കോൺടാക്റ്റും ഒക്കെ കമന്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ലൈവ് കാണുന്ന മക്കളോട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. എടാ ലൈവ് കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്താക്കുക, നോട്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ A+ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. സാറേ ക്ലാസ് റെഡിയാണ്. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മൾ ഇപ്രാവശ്യം തകർക്കും.